ഇത് ഇന്നോ ഇന്നലെയോ അല്ല, പലപ്പോഴും സഹിച്ചതിന്റെ ബാക്കിയാണ് സഹിക്കാൻ കഴിയാത്തിടത്തേക്ക് എത്തുന്നത്. പല വേദനകളും സഹിച്ചാൽ മാരക രോഗങ്ങൾ നമുക്ക് സുഖമാക്കാൻ പറ്റാത്ത അത്രയും വിധത്തിലേക്ക് അത് വളരും എന്നുള്ളത് വൈദ്യശാസ്ത്രവും വ്യക്തികളെന്ന നിലയിൽ നമ്മൾ അനുഭവിക്കണം. ചെറിയ വേദന എന്ന് പറഞ്ഞ് നെഗ്ലക്ട് ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ തീർത്താൽ തീരാത്ത ബുദ്ധിമുട്ടുകൾ പിന്നെ ഉണ്ടാകും. ഇതുപോലെ സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള പല അനുഭവങ്ങളെയും മതേതരത്വത്തിന്റെ മയക്കില് നമ്മൾ അറിഞ്ഞില്ല. സത്യമാണ്. 1959 ടിബറ്റ് ചൈന പിടിച്ചെടുത്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത യാത്രാരേഖകളുമായിട്ട് കൈലാസത്തിലേക്ക് പോയ തീർത്ഥാടകർ ചൈനയുടെ ജയിലഴികൾക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. പാഞ്ഞു കയറിയവരല്ല, നിയമത്തിന് വിധേയമായി ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത യാത്രാരേഖകളുമായി കൈലാസം വലത്ത് വെക്കാൻ ഭഗവാനെ ദർശിക്കാൻ പോയവരെ അനധികൃത കടന്നുകയറ്റക്കാരായി വ്യാഖ്യാനിച്ചുകൊണ്ട് ചൈന പിടിച്ച് ജയിലിലിട്ടു. ഇന്ത്യൻ തീർത്ഥാടകർ ചൈനീസ് ജയിലിൽ കിടക്കുമ്പോൾ ഇന്ത്യയുടെ പാർലമെന്റ് സമ്മേളിച്ചു. സ്വാഭാവികമായും പ്രതിഷേധം കൊണ്ട് മുഖരിതമാകേണ്ടതാണ്. കാരണം തീർത്ഥാടകർ ചൈനയുടെ ജയിലിൽ കിടന്നു. ഇന്ത്യൻ പാർലമെന്റ് സമ്മേളിച്ചു. ഭാരതീയ ജനസംഘത്തിന്റെ പ്രതിനിധികൾ ഇതെടുത്തിട്ടു. മറ്റാർക്കും ഇതിനകത്ത് മതേതരത്വം സേവിച്ചിരിക്കുകയായിരുന്നു. ആരും അതിനനുസരിച്ച് പ്രതികരിച്ചില്ല. അവസാനം ഭാരതീയ ജനസംഘത്തിന്റെ പ്രതിനിധികൾ വാക്കൗട്ട് നടത്തി പുറത്തേക്ക് പോന്നു. ഇത് തന്നെ തഞ്ചോ എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള പാർലമെന്റ് വളരെ സവിശേഷമായ ഒരു ബില്ല് അന്ന് അവതരിപ്പിച്ചു. ജയിലഴികൾക്കുള്ളിൽ ഇന്ത്യൻ തീർത്ഥാടകർ കൈലാസ ഭഗവാനെ ദർശിക്കാൻ പോയ ശിവഭക്തര് ചൈനയിലെ ജയിലഴികൾക്കുള്ളിൽ കടക്കുമ്പോൾ ഇന്ത്യയുടെ ആ പുണ്യഭൂമി എന്നതുമായി ഇന്ത്യക്കാരിൽ നിന്ന് അടച്ചു മാറ്റിയത് 20 കൊല്ലം അടച്ചു കിടന്നു കൈലാസത്തിന്റെ അതിർത്തി. 1977 വരെ ഏകദേശം 20ഓളം കൊല്ലം അടച്ചു കിടന്നു. 77 ജനതാ മന്ത്രിസഭയിൽ വിദേശകാര്യ മന്ത്രിയായിരുന്ന അടൽജി വന്നതിന് ശേഷമാണ് ചർച്ചകൾ നടന്നതും പിന്നീട് കൈലാസത്തിലേക്കുള്ള വാതിലുകൾ തുറന്നു. അതുവരെ അടഞ്ഞു കിടന്നു. അത്രയും ഈ ജയിലഴികൾക്കുള്ളിൽ കിടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് വളരെ പ്രധാനപ്പെട്ട ബില്ലായിരുന്നു. ആ ബില്ല് ജവഹർലാൽ നെഹ്റുവിന്റെ തന്നെ കാർമ്മികത്വത്തില് ആ ബില്ല് അവിടെ അവതരിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, ഹജ്ജിന് പോകുന്ന ഹജ്ജാജിമാർക്ക് സബ്സിഡി കൊടുക്കുന്നതിനെ പറ്റി ആയിരുന്നു ആ ബില്ല്. അതിനെപ്പറ്റിയാണ് കരഘോഷങ്ങളോടുകൂടി ഇന്ത്യൻ പാർലമെന്റ് ജയിലഴികൾക്കുള്ളിൽ ശിവഭക്തര് കിടക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റ് ചിന്തിച്ചത് ശിവതാണ്ഡവത്തിന്റെ താളത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭാരതത്തിൽ അവർ ചിന്തിച്ചത് ശിവഭക്തരെ പറ്റിയല്ല. കാവേശ്വരനെ കാണാൻ പോകുന്ന എല്ലാം ഒന്നാം നമുക്കറിയാം. പക്ഷെ എന്താ അവിടെ ഉറുപ്പിക്ക് 90-100 കാട്ടിയാൽ നമുക്ക് അതിന് വ്യത്യാസം കണ്ടാൽ അറിയില്ല. കാവേശ്വരനെ കാണാൻ പോകുന്നവന് സബ്സിഡി കൊടുക്കുന്ന ബില്ലായിരുന്നു അവതരിപ്പിച്ചത്. അതിൽ നിന്ന് വളർന്ന് 70,258 രൂപ പെർ ഹെഡ് കൊടുക്കുന്നവർക്ക്. അന്ന് ജയിലഴികൾക്കുള്ളില് ശിവഭക്തരെ ജയിലഴികൾക്കുള്ളിൽ അടച്ചുകൊണ്ട് തുടങ്ങി വെച്ച സംഗതി 70,258 രൂപ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നിടം വരെ കാര്യങ്ങൾ എത്തി. അപ്പോ നമ്മൾ സഹിച്ചിട്ടല്ലേ, ചെറിയ ചെറിയ വേദനകളെ അവഗണിച്ചിട്ടല്ലേ. ഇതിനെ മുൻപ് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയും ഇന്ത്യ കണ്ടതിന്റെ ഏറ്റവും ശക്തനായ ആഭ്യന്തരമന്ത്രിയും ഒക്കെയായ സർദാർ പട്ടേൽ തന്റെ ജന്മനാടായ ജുനഗഡിന്റെ ഭാഗമായ സോമനാഥത്തിൽ അദ്ദേഹം ചെന്നു. അവിടെ മുഹമ്മദ് ഗസ്നിയാൽ തകർക്കപ്പെട്ട സോമനാഥ ക്ഷേത്രം അദ്ദേഹത്തിന് വികാരങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹം ആ മണ്ണിൽ വെച്ച് പ്രഖ്യാപിച്ചു, ഇത് പുനരുദ്ധരിക്കാൻ പോകുന്നു. അദ്ദേഹം അവിടുത്തെ മണ്ണിനെ തൊട്ടുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. ഇത് കേട്ട ജവഹർലാൽ നെഹ്റു പറഞ്ഞത് പട്ടേൽജി അത് പറയരുതായിരുന്നു. പട്ടേൽജി മതേതര രാഷ്ട്രത്തിന്റെ ഉപപ്രധാനമന്ത്രിയാണ്. പട്ടേൽജി മതേതര രാഷ്ട്രത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. പട്ടേൽജി പറയരുതായിരുന്നു എന്നായിരുന്നു നെഹ്റുവിന്റെ അഭിപ്രായം. ആരാധ്യനായ ഗാന്ധിജി അന്ന് ജീവനോടെയുള്ളൂ. അദ്ദേഹം പറഞ്ഞത് പട്ടേൽജിക്ക് ഇത് ചെയ്യാം, സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കാം, പക്ഷേ ഒരു നയാ പൈസ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കും. കാരണം അത് മതേതരമായ ആവശ്യമല്ല, ഹിന്ദുവിന്റെ ആവശ്യമാണ്. 1 രൂപ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കരുത്. പട്ടേൽജി ആ വെല്ലുവിളി ഏറ്റെടുത്തു. ക്ഷേത്ര നിർമ്മാണം മറ്റൊക്കെ നമുക്കറിയാം, ചരിത്രത്തിന്റെ ഭാഗമാണ്. പണം അധികാവുകയും ചെയ്തു. പണം ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഒഴുകിയെത്തി. പക്ഷെ നമ്മെ ചിന്തിപ്പിക്കുന്ന വസ്തുത അതല്ല. അത് പറയരുതായിരുന്നു എന്ന് പറഞ്ഞ നെഹ്റുജി, പട്ടേൽജിക്ക് ഇത് പുനരുദ്ധരിക്കാൻ, പക്ഷെ പബ്ലിക് ഫണ്ട് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ഗാന്ധിജി, ഇവരൊക്കെ തന്നെ സാക്ഷ്യം നിന്നുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് ചെയ്തൊരു വലിയ കാര്യമുണ്ട്. ഡൽഹിയിലെയും പരിസര പ്രദേശത്തെയും ജുമാ മസ്ജിദുകൾ പുനർനവീകരിക്കാൻ വേണ്ടിയിട്ട്, കേടുപാടുകൾ തീർക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് 15,000 രൂപ വഹിച്ചു. 5 പൈസ സോമനാഥ ക്ഷേത്രത്തിന് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞവര്,
അത് മതേതരമായ ആവശ്യമല്ല, ഹിന്ദുവിന്റെ മാത്രം ആവശ്യമാണ്. അതുകൊണ്ട് അതിനുവേണ്ടി 5 പൈസ എടുക്കരുത് എന്ന് പറഞ്ഞവർക്ക് യാതൊരുവിധ അഭിപ്രായം ഉണ്ടായില്ല. ഡൽഹിയിലെയും പരിസര പ്രദേശത്തെയും ജുമാ മസ്ജിദുകൾ പുനർനവീകരിക്കാൻ വേണ്ടി പണം ചെലവഴിച്ചപ്പോൾ അത് ഇന്നും തുടരുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റിൽ ഇന്നും തുടരുന്നു. ഡൽഹിയിലെയും പരിസര പ്രദേശത്തെയും മസ്ജിദുകൾ പുനർനവീകരിക്കാനുള്ള നിശ്ചിതമായ തുക ഇന്നും നമ്മുടെ മറ്റ് ബജറ്റിന് വക കൊള്ളിക്കുന്നു എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ വേദനകളെ നിസ്സാരവൽക്കരിച്ചു, അല്ലെങ്കിൽ അത് പ്രശ്നമല്ല എന്ന് വിചാരിച്ച ഹൈന്ദവ സമാജം അവിടെയാണ് വലിയ വലിയ ഭീഷണികൾക്ക് മുന്നിൽ വന്ന് ഇനി ഞങ്ങൾക്ക് ഭാവിയുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ജീവിക്കണമെങ്കിൽ, മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെ പറ്റി ഗൗരവമായിട്ട് ഇന്ന് ചിന്തിക്കുന്നു. എന്ത് ട്രീറ്റ്മെന്റ് നടത്തിയാൽ രക്ഷപ്പെടും? ഒരു വല്ലാത്തൊരു വെപ്രാളത്തോടുകൂടി ഇന്ന് ചിന്തിക്കുകയാണ്. അപ്പൊ ഓരോ രോഗലക്ഷണങ്ങളെയും തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ഇതൊന്നും സംഭവിക്കുമായിരുന്നില്ല. സ്വാതന്ത്ര്യ പ്രാപ്തി മുതൽക്ക് ഇങ്ങോട്ട് ആരെയൊക്കെയോ പീഡിപ്പിക്കാൻ, ആരുടെയൊക്കെയോ മറ്റേ ഗുഡ് ബുക്കിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ വരെ എത്തിയത്. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തോർക്ക് വല്ല മനസമാധാനം കിട്ടിയോ? ഇന്ത്യയുടെ ഒരു കഷ്ണം വേണമെന്ന് പറഞ്ഞു, കഷ്ണം കൊടുത്തു. ദേശീയ പതാക കീറി മുറിച്ച് കയ്യിൽ കൊടുത്തു. ദേശീയ ഗാനത്തിൽ 2 ആയിക്കോട്ടെ 4 വരെ ആവാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ചിലത്. അതുകൊണ്ട് ദേശീയ ഗാനം 2, ദേശീയ ഗാനം 2, ദേശീയ പതാകയ്ക്ക് നിറം 3, ഇങ്ങനെ ചോദിച്ചത് മുഴുവൻ കൊടുത്തു. വല്ല മനസമാധാനം ഇപ്പോഴും ഉണ്ടോ? കൊല്ലത്തിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ബോംബ് വെച്ചോ വാള് വെച്ചോ ഒക്കെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ ആർക്കും ഗുണമില്ലാത്ത ഈ കളി എന്തിനു കളിച്ചു? ഹൈന്ദവ സമാജം മനസ്സ് വേദനിച്ചുകൊണ്ടിരിക്കുന്നു. കിട്ടിയവർക്കും അല്ലാതെ സമാധാനം കൊടുക്കാൻ പോട്ടെ, അവരുടെ വിഷമെങ്കിലും തീർന്നുണ്ട്, അവരുടെ വിഷമം തീർന്നിട്ടില്ല, അവരാകെ പീഡനത്തിലാണ് അവർ വന്നത്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ട് ഇത്തരമൊക്കെ ചെയ്യും? ഒരാളെങ്കിലും സമാധാനിപ്പിക്കാൻ കഴിയാത്ത ഈ പോക്ക്, ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. അപ്പൊ രാഷ്ട്രീയക്കാർക്ക് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ അത് നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ പ്രവൃത്തികളിൽ, അവിടെ മാത്രമേ തിരിച്ചറിവുണ്ടാകൂ. എന്ത് ചെയ്യാനുള്ള അല്ലെങ്കിൽ എന്ത് തെമ്മാടിത്തരവും ചെയ്യാനുള്ള ലൈസൻസ് അല്ല സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. പണ്ട് മറ്റേ സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്നുള്ള പുസ്തകത്തിലാണെന്ന് എൻ്റെ ഓർമ്മ വായിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം കൃഷിക്കാരൊക്കെ ഡൽഹിയിലേക്ക് പോയി. അങ്ങോട്ട് പോകാനുള്ള കാശ് മാത്രമേ ഉള്ളൂ എല്ലാവരും ചാടിക്കയറി വണ്ടിയിലോ തീവണ്ടിയിലോ മറ്റേ ബസ്സിലൊക്കെ ടിക്കറ്റ് എടുത്ത് ഡൽഹിയിലെത്തി. സ്വാതന്ത്ര്യ ആഘോഷം കഴിഞ്ഞു, തിരിച്ച് വണ്ടിയിലും ബസ്സിലൊക്കെ കയറിയിരുന്നു. കണ്ടക്ടറും ടിടിആരൊക്കെ ഒന്ന് ടിക്കറ്റോ നിങ്ങൾ അറിഞ്ഞില്ലേ സ്വാതന്ത്ര്യം കിട്ടിയത്? ഇനി വണ്ടിക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ടാവും. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞു ഇനി വണ്ടിക്കൊന്നും ടിക്കറ്റ് എടുക്കണ്ട. അപ്പൊ എന്താണ് സ്വാതന്ത്ര്യം എന്ന് അന്നത്തെ പാവപ്പെട്ട ഗ്രാമീണർക്കും അറിയില്ല, ഇന്നുള്ള ബഹുഭൂരിപക്ഷത്തിനും അറിയില്ല. എന്താണ് സ്വാതന്ത്ര്യം? എന്തും ചെയ്യാനുള്ള പ്രമാണിക്കരമാണ് സ്വാതന്ത്ര്യം എന്ന് ധരിക്കുമ്പോൾ ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നെറികേടുകൾ മതേതരത്വത്തിന്റെ ഭാഗമായി സഹിക്കുമ്പോൾ ഭരണകൂടത്തിന്റെ മൗനമായ പിന്തുണയോടുകൂടിയിട്ട് ഹൈന്ദവ സമാജത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമങ്ങൾ സെമിറ്റിക് മതങ്ങൾ ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് ചെയ്യുകകൂടിയാകുമ്പോൾ ചിത്രം പൂർത്തിയാകുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം എന്നെക്കാൾ നന്നായി ഇന്ന് അതിനെയൊക്കെ പറ്റി ബോധവാനാണ്. ഞാൻ ചില അനുഭവങ്ങൾ മാത്രം പങ്കുവെക്കാൻ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ മതം മാറ്റം എന്നുള്ളത്. ബാംഗ്ലൂരിലെ ഒരു വീട്ടമ്മ, മലയാളിയായ വീട്ടമ്മ, ഭർത്താവ് പുറത്ത് അവിടെ താമസിച്ചിരുന്ന ചെറുപ്പക്കാരിയായ വീട്ടമ്മയുടെ ഭർത്താവ് പെട്ടെന്ന് മരിക്കുന്നു. വലിയ വ്യവസായി. ആ വ്യവസായിയുടെ ഭാര്യ തളരാതെ, ഭർത്താവ് നഷ്ടപ്പെട്ടപ്പോൾ തളരാതെ മക്കളെ നോക്കി ആ വ്യവസായം ഭർത്താവ് എങ്ങനെ കൊണ്ടുപോയിരുന്നുവോ അതുപോലെ തന്നെ ധീരതയോടുകൂടി ആ അമ്മ മുന്നോട്ട് കൊണ്ടുപോയി. ഈ അമ്മയുടെ സുഹൃത്തായിട്ട് മലയാളിയായ ഒരു പാസ്റ്റർ, ഈ വീട്ടിലെ നിത്യ സന്ദർശകനായി മലയാളിയായ ഒരു പാസ്റ്റർ, അവരുടെ കുടുംബ സുഹൃത്തായിരുന്നു, എന്തിനും ഏതിനും സഹായിക്കുന്നു. ഒരു ദിവസം ഈ പാസ്റ്റർ ഈ അമ്മയുടെ അടുത്ത് വന്നു, ഒരു CD കൊടുത്തു. CD കൊടുത്തിട്ട് ആദ്യം പറഞ്ഞത്, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, നിങ്ങളും കുടുംബവും മതമാണ്, പെന്തക്കോസ്തായിട്ട് പറഞ്ഞു. ഞാൻ ഇപ്പൊ ജീവിക്കുന്ന പോലെ ജീവിക്കാം, നമ്മുടെ കുടുംബ സുഹൃത്തുക്കളല്ലേ, അതൊക്കെ അപ്പൊ അമ്മ കാര്യമായിട്ടാണ് പറയുന്നത്. ഈ CD ഒന്ന് കണ്ടതിന് ശേഷം എന്നോട് അഭിപ്രായം പറഞ്ഞു. ഈ CD കണ്ടതിന് ശേഷം എന്നോട് അഭിപ്രായം പറഞ്ഞു. അമ്മ ആ CD ഇട്ടു. ഒരു സീൻ കാണാനുള്ള ശേഷി ഉണ്ടായില്ല, അത് ഓഫ് ചെയ്യേണ്ടി. ഈ വീട്ടിലെ ഓഫ് ചെയ്യേണ്ടി. ഈ വീട്ടിലെ അമിതമായി സ്വാതന്ത്ര്യം അനുഭവിച്ചിരുന്ന ആ പാസ്റ്റർ എങ്ങനെയോ എവിടെയോ വെച്ച് ആ അമ്മയുടെ ചില നഗ്ന ചിത്രങ്ങൾ എടുത്തിരിക്കും. അതിനെ തനിക്കിഷ്ടമായ വിധത്തിലൊക്കെ അതിനെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ പിറ്റേ ദിവസം പറയാനുള്ളത് വേറൊന്നുമല്ല, നിങ്ങൾ മതം മാറിയില്ലെങ്കിൽ ഇത് നെറ്റ് വഴി എല്ലായിടത്തേക്കും എത്തിക്കുന്നുള്ളൂ.
അമ്മ വളരെ ഭീഷണിയോട് അല്ലെങ്കിൽ വളരെ പേടി പറ്റിക്കൊണ്ട് പറഞ്ഞു, ഒരു ദിവസം കൂടി എനിക്ക് തരണം, ഞാനൊന്ന് ചിന്തിക്കട്ടെ, അതുവരെ നെറ്റിലൊന്നും കേട്ടിരുന്നു. വഴങ്ങി തന്നെ എരെ കിട്ടി തന്നെ വിചാരിച്ചു പാസ്റ്റർ. ഈ അമ്മ കാരണം ഭർത്താവിന്റെ അസാന്നിധ്യത്തിലും ബിസിനസ്സൊക്കെ കൊണ്ടു നടത്തിയ അമ്മ നിസ്സാരകാരിയൊന്നുമില്ല. ആ അമ്മ ഈ CD എടുത്ത് നേരെ SP യുടെ എടുത്തിട്ടുണ്ട്. SP യുടെ കയ്യിലാണ് കൊടുത്തു. ഇത് എൻ്റെ CD ആണ്, ഇത് എൻ്റെ അരുതാത്ത ചിത്രങ്ങളാണ്, എന്നെ പറ്റിച്ച് ഒരുത്തനെടുത്തതാണ്, ഇന്നതൊക്കെയാണ് സംഗതികളൊന്നും. ബാംഗ്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അന്ന് മുങ്ങിയ പാസ്റ്ററെ ഇന്ന് വരെ ബാംഗ്ലൂർ പരിസര പ്രദേശത്ത് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു വിധവയായ ഒരു അമ്മയുടെ ചാരിത്രത്തിന് വില പറഞ്ഞ മതേതരത്വത്തെ അതിന് നമുക്ക് എത്ര മാത്രം അംഗീകരിക്കാൻ കഴിയും? വിധവയായിട്ട് കുടുംബവും ബിസിനസ്സും മുന്നോട്ട് കൊണ്ടുപോയ അമ്മയുടെ ചാരിത്രത്തിന് വില പറയുന്നിടത്ത് അതിനെ മതം എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇതാണോ മതം? ഇതാണ് മതമെങ്കിൽ ആ മതത്തിനെ അംഗീകരിക്കാൻ കഴിയും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞ ക്രിസ്തുവിനെ നമുക്കൊക്കെ ഇഷ്ടമാണ്, ബഹുമാനമാണ്, ആദരിക്കണം, അയ്യപ്പന് തുല്യമായിട്ട് കാണും, കുഴപ്പമില്ല നമുക്ക്. പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലുള്ള എല്ലാ ഈശ്വരന്മാരെയും സാക്ഷി നിർത്തി പറയുന്നു, അങ്ങനെ പറഞ്ഞൊരു ഈശ്വരനെ ആരാധിക്കാൻ എന്റെ മനസ്സ് സന്നദ്ധമല്ല, നമ്മളിൽ പലരുടെയും മനസ്സ് സന്നദ്ധമല്ല. ഒരു പാവപ്പെട്ട അമ്മയുടെ ചാരിത്രത്തിന് വില പറയുന്നതെന്ന് മതം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആചാര്യന് പറയില്ല, പറഞ്ഞെങ്കിൽ ആ ആചാര്യനെ ഈ ലോകത്തിന് ഇണങ്ങുന്നതല്ല എന്ന് ഉറക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല. നമ്മളെന്തിനു പഠിക്കണം? ഇത് ഒരു ഭാഗമാണ്. ചേർത്തല ആശുപത്രിയിൽ നടന്ന കൂട്ട സിസേറിയനെ പറ്റിയിട്ട് ഒരുപക്ഷെ അമേരിക്കയിൽ നിങ്ങളൊക്കെ വാർത്ത വായിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സുമാർ ഒരു 6 മാസം മുമ്പ് എനിക്കൊരനുഭവം. ചേർത്തല ഭാഗത്ത് ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അവിടെ ഒരു അമ്മ ഇത് സൂചിപ്പിച്ചു. ഇത് അന്നൊന്നും എവിടെയും വാർത്തയായിട്ടില്ല. 6 മാസങ്ങൾക്ക് മുമ്പ് അവിടെ ചില ആശുപത്രികൾ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികൾ നടക്കുന്ന കൊലഗായനയെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ പ്രസവ വാർഡിന് സ്ത്രീകളെ പ്രവേശിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ചില ഡോക്ടർമാർ തന്നെയാണ് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 2 പേര്. ഡോക്ടർമാരെ അങ്ങോട്ട് പേടിപ്പിക്കാൻ പറയുന്നുണ്ട്, കുട്ടി ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല, ആകെ കോംപ്ലിക്കേഷനാണ്. അകത്തെ സ്ഥിതി എന്താണെന്ന് ആർക്കും നിശ്ചയില്ലല്ലോ. അമ്മയും പരിഭ്രമിക്കും, കൂട്ടിയിരിപ്പുകാർ അതിനേക്കാൾ പരിഭ്രമിക്കും. ഡോക്ടർ 1.5 മണിക്കൂർ വരുമ്പോൾ നോക്കും, അയ്യോ നേരത്തേക്കാ കഷ്ടം. നിങ്ങൾ ഈശ്വരന്മാരെ അറിഞ്ഞു വിളിക്കണം. ഞങ്ങൾ വിചാരിച്ച ഒരു ഭാഗമില്ല, അറിഞ്ഞു വിളിക്കണം. ആരെയും വിളിച്ചു പോയി അറിഞ്ഞു വിളിക്കും. വിളിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ എന്താ പറയുക, ഒരു കാര്യമില്ല, സംഗതി പിടുത്തം വിട്ട് പോവുക. ഇനി നിങ്ങൾക്ക് വിശ്വാസത്തെ നേടാൻ വേണ്ടിയിട്ട് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയേണ്ടതാണ്. നിങ്ങളത് കർത്താവിനെ വിളിച്ചു നോക്കും, അനുഭവം നിങ്ങൾക്ക് വിശ്വാസത്തെ പറ്റി ആരെയും വിളിച്ചു പോവില്ല. 2 കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെ വിളിച്ചോ സുഖപ്രസവമാണ്. വിളിക്കാൻ തയ്യാറായില്ലേ, തട്ടിയെടുത്ത് വിളിച്ച് കുട്ടിയെടുത്ത് യാതൊരു പ്രശ്നമില്ല. ഇത് എനിക്കത് പറഞ്ഞപ്പോൾ തോന്നി, ചിലർക്ക് നമ്മുടെ മതത്തിനോടുള്ള അമിതമായ ഇഷ്ടം കൊണ്ട് എന്തിനും ഏതൊരു കുറ്റം കണ്ടെത്തുകയോ ഇങ്ങനെയൊന്നും ചെയ്യാൻ വഴിയില്ല. ഞാനത് ഒരു രീതിയിൽ പറഞ്ഞിരുന്നില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങൾ പലരും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല പറയാൻ കാരണം അവിടെ അലക്ക് ജോലി ചെയ്യുന്ന ഒരു ചേച്ചി, ആ ചേച്ചി ഈ വീടുകളിലൊക്കെ പ്രസവത്തിന് സഹായിക്കാൻ പോകുന്നു. എന്നുവെച്ചാൽ അമ്മയെ കുളിപ്പിക്കാനും കുട്ടിയെ കുളിപ്പിക്കാനും ഒക്കെ. അപ്പൊ 5-8 വീടുകളിൽ നിത്യേന പോകുന്ന ചേച്ചി. ഈ ചേച്ചി പറഞ്ഞിട്ടാണ് ഈ അമ്മ പറയുന്നത്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് തിരുമ്പൽ നിർത്തിയിട്ട് ഈ ചേച്ചി പുറത്തേക്ക് വന്നു. ചേച്ചിക്ക് അക്ഷരാഭ്യാസം പോലും ഇല്ല. ആ ചേച്ചി എന്താണ്, ടീച്ചറെ കാര്യം ശരിയാക്കുക, കർത്താവ് കാര്യത്തിലൊരു മിടുക്കന. ഞാൻ ഈ പോണ വീടുകളിലൊക്കെ കർത്താവിനെ വിളിച്ചതൊക്കെ സുഖപ്രസവം, അല്ലാത്തതൊക്കെ കത്തിയെടുത്തിട്ടേ ഉള്ളൂ. ദൈവമേ, ഗൈനക്കോളജി ചെയ്ത ഈശ്വരന്മാരുണ്ട്, സ്പെഷ്യലൈസ് ചെയ്തവർ, എനിക്കറിയാൻ വയ്യ. അപ്പോ നമ്മൾ ചിന്തിക്കുക, മാതൃത്വത്തിന്റെ നോവില് മതത്തിന്റെ വിഷം കടത്തിയതാണ് മതേതരത്വമെങ്കിൽ അത് വിശ്വസിക്കാൻ. ലോകത്തിൽ ഏറ്റവും യാഥാർത്ഥ്യമുള്ളത് മാതൃത്വത്തിന്റെ നോവാണെങ്കിൽ അതിൽ പോലും വിഷം കലർത്തി എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണ് അവസാനം ദൈവത്തിന് പോലും സഹിക്ക വയ്യാതെ ആയിരിക്കാം അത് വലിയ കോലാഹലമായി ബഹളമായി പുറത്തേക്ക്